വയനാട് സുൽത്താൻ ബത്തേരിയിലും ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധം ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാത്തതിലാണ്. CPIM ആണ് പ്രതിഷേധിക്കുന്നത്. DF ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, CPIMന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഭീതിയെക്കുറിച്ച് പറഞ്ഞതാണ്. ടൗണിൽ പുലി ഇറങ്ങിയിരിക്കുന്നു, ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നു, എന്നിട്ടും അത് ഒരു നടപടിയിലേക്കും പോയില്ല എന്നതാണോ? അനുജ, 3 തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഒന്ന്, നഗരസഭാ കൗൺസിലേഴ്സ് ഒന്നടങ്കം ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ട കൗൺസിലർമാരും ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. ഒരു ഭാഗത്ത് CPIM പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അവരാണ് എനിക്ക് പിറകിൽ കാണുന്നത്. CPIM പ്രവർത്തകരാണ്. നേരത്തെ UDF പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിച്ചിരുന്നു. അത്തരത്തിൽ 3 തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ പുലി അവിടേക്ക്, അതായത് ഈ പോൾ മാത്യൂസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് പുലി എത്തിയത്. ഇതിന്റെ പിന്നാലെ 5 ദിവസം കഴിഞ്ഞ് 13-ാം തീയതിയും പുലി വീണ്ടും അവിടെ തന്നെ എത്തി. പിന്നീട് 18-ാം തീയതി, ഇന്നലെ രാത്രി പോലും പുലി എത്തി. ഈ സാഹചര്യത്തിൽ കൂട് വെക്കാൻ പോലും വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നഗരസഭാ കൗൺസിലർമാർ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ കൗൺസിലർമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉള്ള പ്രതിഷേധമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. അകത്ത് ചെയർമാൻ TK രമേശ് അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും ഈ പുലിയെ കൂട് വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം അതാണ്. എന്താണ് ഈ പ്രതിഷേധം? നമ്മുടെ നഗരസഭയുടെ കൗൺസിലർമാരെല്ലാം പ്രതിഷേധ സമരത്തിലാണ്. നമ്മുടെ ടൗൺ പ്രദേശത്ത് പുലി ഇറങ്ങുകയും ഭീഷണി നിലനിൽക്കുകയും സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും നമ്മുടെ ഫോറസ്റ്റ് അധികൃതർ വിമുഖത കാണിക്കുകയാണ്. അതിനെതിരെയാണ് ഞങ്ങൾ ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഇവിടെ സമരത്തിന് ഇരിക്കുമ്പോൾ തന്നെ വളരെ മോശമായ രീതിയിലാണ് വനപാലകർ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഞങ്ങൾ പുറത്തിരുന്ന് സമരം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അനുഭാവപൂർവ്വം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഉന്നത ഉദ്യോഗസ്ഥർ മാറി നിൽക്കുകയും അതിനോടൊപ്പം ഈ നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള വാതില് ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് സേഫായിട്ട് അവർ ഇരിക്കുകയാണ്. സാധാരണക്കാരനായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഇവരെന്ത് പ്രവൃത്തിയാണ് ഇതിന്റെ ഉള്ളിൽ? ക്ലറിക്കൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇവരുടെ CCTV ദൃശ്യങ്ങളിൽ പുലി പതിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്? ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ആ പ്രദേശത്തുള്ള കൗൺസിലർമാരെല്ലാം ഇവിടെയുണ്ട്. ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ്. ഞങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ആയിരക്കണക്കിന് ആളുകളായിരിക്കും ഈ ഒരു ഓഫീസിന് മുമ്പിൽ തടിച്ചുകൂടുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആത്മസംയമനം പാലിച്ചുകൊണ്ട് ജനങ്ങളെ ഞങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരത്തിലാണ്. ഞങ്ങളുടെ ഒരു വാക്ക് കേട്ടാൽ മാത്രം മതി, ജനങ്ങൾ ഇങ്ങോട്ട് ഇരമ്പി വരും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് അധികൃതരോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ചെയർമാനെ വിളിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. വാക്കുകൾ മാത്രം ഞങ്ങൾക്ക്, ആ ഉറപ്പ് മാത്രം പോരാ, ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി തന്ന് ഇന്ന് തന്നെ കൂടുവെക്കാനുള്ള നടപടി എടുക്കുന്നത് വരെ, അത് എത്ര ദിവസം നീണ്ടുപോയാലും ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. വിജയം വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അതിന് ഞങ്ങൾക്ക് കഴിവുള്ള കൗൺസിലർമാരാണ് സുൽത്താൻ ബത്തേരി നഗരസഭയിലുള്ളത് എന്നുകൂടി അധികൃതരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഇത്തരത്തിൽ പ്രതിഷേധം തുടരുകയാണ്. കാരണം ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി, അതായത് പുലിയെ കൂട് വെച്ച് പിടികൂടണമെന്ന് ഒഴിച്ച് ഉള്ള മറ്റൊരു നടപടി വനംവകുപ്പിന് കൈക്കൊള്ളാൻ കഴിയുകയില്ല. ഈ പുലി ആളുകളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന അവസ്ഥയിലേക്ക് എത്തും. സ്വാഭാവികമായും അതിനെ കൂട് വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം. ചെയർമാൻ TK രമേശ് ഉൾപ്പെടെയുള്ളവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയ്ക്കൊടുവിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം കൂട് വെക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് UDF പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൗൺസിലേഴ്സിന്റെ പ്രതിഷേധം ഇവിടെ തുടരുന്നു. അനുജ.